Welcome 7th standard children. We finished with the 5th chapter. Now today we are entering the new chapter, that is the 6th chapter, towns, traders and craftspersons. ഇതാണ് നിങ്ങളുടെ പുതിയ ലെസൺ. So you all will be having 2 lessons for the second terminal examination. The last lesson and this 5th and 6th chapter. Now here in this chapter you all are going to learn about a temple town, an administrative center, a commercial town or a port town. All that you all are going to learn in this lesson. Now you all know how these temple towns have formed, how these administrative centers have formed, commercial town or port town, all that you all will learn in this lesson. Now this administrative centers that you are going to learn first. Now administrative centers, now for example we'll take about the Chola dynasty. Now the Chola dynasty, now not only that, in the first page you all can see a map. Here you can see a map, the map of India. In that map they have shown all the temple towns, so commercial towns, all the main important towns and all they have shown. And they have shown Tanjavur. Tanjavur is the capital of the Chola dynasty. ഈ തഞ്ചാവൂർ ഇൻ തമിഴ്നാടു. അപ്പോൾ ഈ ചോളാസൊക്കെ തഞ്ചാവൂറാണ് അവരെ ക്യാപിറ്റലാക്കിയത്. ദാറ്റ് ഇസ് 1000 years ago. And near that city the perennial river means the river that depends upon the rain. മഴ ഉണ്ടെങ്കിലേ ആ റിവർ നിറയുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകും. ദാറ്റ്സ് വാട്ട് പെരീനിയൽ റിവർ കാവേരി ഫ്ലോസ് നിയർ ദിസ് ബ്യൂട്ടിഫുൾ ടൗൺ. കേട്ടോ, അപ്പം നിങ്ങൾക്ക് ആ ടൗണിലേക്കൊന്ന് നിങ്ങളൊന്ന് പിക്ചറൈസ് ഇമാജിൻ ചെയ്യുക. ആ ടൗണിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ടൗണിൽ പ്രവേശിച്ച ഉടനെ യു ക്യാൻ ഹിയർ ദ ബെൽ ഓഫ് ദ രാജരാജേശ്വര ടെമ്പിൾ. രാജരാജേശ്വര ടെമ്പിളാണ് ഫേമസ് അവിടെ, ബിൽറ്റ് ബൈ കിങ് രാജരാജ ചോള ഉണ്ടാക്കിയ. ഞാൻ ലാസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, റൂളേഴ്സ് ആൻഡ് ബിൽഡിങ്സിൻ്റെ അകത്ത് രാജരാജേശ്വര ടെമ്പിളിനെ പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ട് ടൗൺ പീപ്പിൾ ഓൾ പ്രൈസ് ആക്കി. അപ്പോൾ എല്ലാവരും എന്താണ് പ്രൈസ് ചെയ്യുന്നത്? ദ ആർക്കിടെക്റ്റ്. ആർക്കിടെക്റ്റ്? ദ കുഞ്ഞരമലൻ രാജരാജ പെരുന്തച്ചൻ. അന്നത്തെ പെരുന്തച്ചനൊക്കെയാണ് സ്കൾപ്റ്റേഴ്സ്. who have proudly carved his name on the temple wall. അപ്പോൾ ആ രാജേശ്വര ടെമ്പിൾ വാളിൻ്റെ മേലെ കാവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൊത്തുപണിയിട്ട് അയാളെ പേര്. അപ്പോൾ ആ ടെമ്പിളിൻ്റെ അകത്താണ് മാസ് മീൻസ് ബിഗ് ശിവലിംഗ നിങ്ങൾക്കറിയില്ലേ, ശിവലിംഗ. അപ്പോൾ അതാണ് അവിടുത്തത്. അപ്പോൾ ബിസൈഡ് ദ ടെമ്പിൾ, അത് ഈ ടെമ്പിൾ കൂടാതെ കുറേ പാലസസ്, കൊട്ടാരം. ഇപ്പോൾ നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയാലും കാണാം, ആ ടെമ്പിളും കാണാം. ടെമ്പിളിൻ്റെ അടുത്ത് നമ്മൾ പിന്നെ വേറെ എന്താ കാണുക? പാലസ്. അപ്പോൾ അന്നത്തെ രാജാക്കന്മാരൊക്കെ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ദേ വർ ഡിവോട്ടീസ് ഓഫ് സർട്ടൻ ഗോഡ്സ് ഒക്കെ. അപ്പോൾ അവരെ പേര് വരാൻ വേണ്ടിയിട്ടൊക്കെ അവർ ആദ്യം ടെമ്പിളാണ് ഉണ്ടാക്കുക. കൊട്ടാരം ഉണ്ടാവും, അതിൻ്റെ തൊട്ടടുത്തൊരു ടെമ്പിളും ഉണ്ടാവും. അപ്പോൾ അവരെ പേര് തന്നെയായിരിക്കും. ദ ലാസ്റ്റ് ചാപ്റ്റർ ഐ ടോൾഡ് യു, കിങ്ങിൻ്റെ പേര് തന്നെയായിരിക്കും, ആ ഗോഡിൻ്റെ പേര് തന്നെയായിരിക്കും കിങ്ങിനും. അപ്പോൾ അതേമാതിരി ഇതിൻ്റെ അടുത്ത് പാലസസും ഉണ്ട് വിത്ത് ബിഗ് മണ്ഡപാസ് എന്ന് പറഞ്ഞാൽ വലിയ ഹോളുമാതിരി. ആ മണ്ഡപാസിലായിരുന്നു പണ്ട് കിങ്സൊക്കെ ഒരു മീറ്റിംഗ് ഒക്കെ കൂടിയത്. ഇൻ ദ കോർട്ട് ഇൻ ദീസ് മണ്ഡപാസ്. എന്തിനാണ്? ടു ഗിവ് ഓർഡേഴ്സ് ടു ദ സബോർഡിനേറ്റ്സ് ഒക്കെ ഓർഡേഴ്സ് കൊടുക്കാൻ. കൂടാതെ ബറാക്സ്, നമ്മളിപ്പോൾ വെസ്റ്റിൽ ഒരു ബറാക്സ് ഇല്ല, അതേമാതിരി ബറാക്സും ഉണ്ട് അവിടെ ആർമിക്കൊക്കെ, ഫോർ ആർമി. അപ്പോൾ ഈ ടൗൺ എന്ന് പറയുന്ന ബസ്ലിംഗ്, വെറും ശബ്ദം, അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ലിങ് ഗ്രെയിൻസ്, സ്പൈസസ്, ക്ലോത്ത് ആൻഡ് ജ്വല്ലറി. പിന്നെ വാട്ടർ സപ്ലൈ ഫ്രം വെൽസ് ആൻഡ് ടാങ്ക്സ്. പിന്നെ സാലിയ വീവേഴ്സ്, ആ ഒരു തരം കമ്മ്യൂണിറ്റി പീപ്പിളിനാണ് സാലിയ എന്ന് പറയുക. സാലിയ അവർ ഇതിലാണ്, അവരെ തൊഴിലെന്താണ്? തുണി ഉണ്ടാക്കുന്ന തൊഴിൽ. അപ്പോൾ അവരെ പേര് തന്നെ സാലിയ ഓഫ് തഞ്ചാവൂർ ആൻഡ് ദ നിയർ ബൈ ടൗൺ. അപ്പോൾ ഈ സാലിയ ഒക്കെ കമ്മ്യൂണിറ്റിക്കാർക്കൊക്കെ എന്താണ്? തുണി ഉണ്ടാക്കുന്നത്. അതായത് നല്ല ഫൈൻ കോട്ടൺ തുണികളൊക്കെ രാജാക്കന്മാർക്കും നോബിൾസിനൊക്കെ.
വിസ്കോസ് ഒരു പരുവരുത്ത കോട്ടനൊക്കെ സാധാരണ ആൾക്കാർക്കൊക്കെ. അപ്പം അതിൻ്റെ കുറച്ച് ദൂരെയായിട്ട് സ്വാമിമലൈ, അതും ഇൻ ദറ്റ് മാപ്പ് യു ക്യാൻ സീ സ്വാമിമലൈ. അപ്പൊ സ്വാമിമലൈ എന്താണ്? അവിടെ സ്ഥാപതീസ് എന്ന് പറഞ്ഞാൽ സ്കൾപ്റ്റേഴ്സ്, കൊത്തുപണിക്കാർ. അവരെന്താ ഉണ്ടാക്കുന്നത്? ബ്രോൺസ് ഐഡൽസ് ആണ് ഓരോ ബിംബങ്ങളും, ടോൾ ഓർണമെന്റൽ ബെൽ മെറ്റൽ ലാംപ്സ് ഒക്കെ. അതാണ് തഞ്ചാവൂർത്തെ ടെമ്പിൾ ടൗണിനെ പറ്റിയുള്ള അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സെന്റേഴ്സ്. അത് തഞ്ചാവൂർ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് കണ്ടോ. അപ്പൊ അവിടെ ടെമ്പിൾ ഉണ്ട്, ടെമ്പിളിന്റെ തൊട്ടടുത്ത് തന്നെ എന്തൊക്കെ ഉണ്ട്? മാർക്കറ്റ് ഉണ്ട്, സെല്ലിംഗ് ഗ്രെയിൻസ്. അപ്പൊ അതിനാണ് ടെമ്പിൾ ടൗൺ. ഇനി നെക്സ്റ്റ് യു വിൽ ഗോ ടു ടെമ്പിൾ ടൗൺസ് ആൻഡ് പിൽഗ്രിമേജ് സെന്റേഴ്സ്. തീർത്ഥാടനത്തിന് പോകുന്ന സ്ഥലത്തിനാണ് പിൽഗ്രിമേജ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ തഞ്ചാവൂർ അഡ്മിനിസ്ട്രേറ്റീവ് സെന്റേഴ്സിന് മാത്രമല്ല അത് ഫേമസ്, ഇറ്റ് ഇസ് ഓൾസോ എ ടെമ്പിൾ ടൗൺ. ഞാൻ പറഞ്ഞില്ലേ, ടെമ്പിൾ ടൗൺ മീൻസ് വാട്ട്? ഒരു ഇമ്പോർട്ടൻറ്റ് പാറ്റേൺ ഓഫ് urbanization മീൻസ് ഈ ടെമ്പിൾ ടൗൺ ഒക്കെ സിറ്റീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ്. കണ്ടാ, സിറ്റീസ് ഡെവലപ്പ്. അപ്പൊ എന്തുകൊണ്ടാണ്? അപ്പൊ ഇവിടേക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ദ ഇക്കോണമി വിൽ ഡെവലപ്പ്. ഇക്കോണമി സെൻട്രൽ ടു ദ ഇക്കോണമി ആൻഡ് സൊസൈറ്റി. അതാണ് urbanization എന്ന് പറയുന്നത്. Now rulers build temples എന്തിനാണ്? To devote devotees to various deities. കണ്ടോ, അപ്പൊ അങ്ങനെ ടെമ്പിൾസ് ഒക്കെ ആക്കുമ്പോൾ ഒരുപാട് ഡിവോട്ടീസ് ആണ് വരിക അവിടെ. They also endow temples with grants of land and money to carry out. അതായത് ഈ കിങ്സ് ഒക്കെ എന്താ ചെയ്യുക? ടെമ്പിൾസിന് ലാൻഡ് കൊടുക്കും, മണി കൊടുക്കും. എന്തിനാണ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്? ടു ക്യാരി ഔട്ട് റിച്വൽസ്. അവർക്ക് ഓരോ കർമ്മങ്ങളും ചടങ്ങുകളൊക്കെ ഉണ്ടാവും, റിച്വൽസും. ഫീഡ് പിൽഗ്രിംസ്, അത് തീർത്ഥാടനക്കാർ വരുമ്പോൾ അവരെ തീറ്റിക്കാനും. പ്രീസ്റ്റ്, പൂജാരികളെ. പിന്നെ ഫെസ്റ്റിവൽസ് ഒക്കെ, ഓരോ ഫെസ്റ്റിവൽസും വരും, അപ്പോൾ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനാണ്. പിൽഗ്രിം ഹു ഫ്ലോക്ക് ടു ടെമ്പിൾ. കൂടാതെ ഈ പിൽഗ്രിംസ് ഉണ്ടല്ലോ, തീർത്ഥാടനക്കാർ വരുന്നത്, അവർ ഡൊണേഷനും കൊടുക്കും ഈ ടെമ്പിൾസിന്. Now next is what? Bronze bell metal and the lost wax technique. കണ്ടോ, ബ്രോൺസ് ബെൽ മെറ്റൽ ആൻഡ് ദ ലോസ്റ്റ് വാക്സ് ടെക്നിക്. ഈ ലോസ്റ്റ് വാക്സ് ടെക്നിക്, വാക്സ് മീൻസ് ആണ് മെഴുക്. അപ്പോൾ ഇവരെന്താ ചെയ്യുക? അതെന്താണ്? ബ്രോൺസ് എന്ന് പറയുന്നത് എന്താ? ബ്രോൺസ് ആണ് എലോയ് എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചർ ഓഫ് മെറ്റൽസ്. അതായത് കോപ്പറും ടിൻ ആൻഡ് കോപ്പറിന്റെ മിക്സ്ചറാണ് ബ്രോൺസ് എന്ന് പറയുന്നത്. എലോയ് മീൻസ് മിക്സ്. അപ്പൊ അതിനെ കൊണ്ടാണ് ഇവർ ബെല്ലൊക്കെ ഉണ്ടാക്കുക. എന്ത്? കൂടുതൽ ടിന്ന് കലർന്നാൽ ആ ബെല്ലിന് നല്ല മണിയൊച്ച ശബ്ദം ഉണ്ടാവും. അതിനാണ് അവർ ടിന്ന് കൂടുതൽ മിക്സ് ചെയ്യുന്നത്. പിന്നെ അതാണ് ബെൽ മെറ്റൽ എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ ഈ ലോസ്റ്റ് വാക്സ് ടെക്നിക് എന്ന് പറഞ്ഞാൽ ഈ വാക്സ് മെഴുകിനെ കൊണ്ട് നല്ല ശില്പങ്ങളൊക്കെ ഉണ്ടാക്കും. ഇങ്ങനത്തെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കും നല്ല. എന്നിട്ട് ആ മെഴുകിനെ മേലെ അവർ ക്ലേനെ കൊണ്ട് അവർ കവർ ചെയ്യും. എന്നിട്ട് അത് ഉണക്കാൻ വെക്കും. അപ്പോൾ ഉണക്കി കഴിഞ്ഞാൽ ഈ ക്ലേ ഉണങ്ങി കഴിഞ്ഞാൽ അവരൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് ചൂട് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വാക്സ് ഒക്കെ ഉരുകി ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് അവിടെ ഒരു ഹോളോ ഉണ്ടാവും. ആ ഹോളോൻ്റെ ഉള്ളിൽ കൂടെ അവരെന്താ ചെയ്യുക? ഈ മോൾട്ടിൻ മെറ്റൽ, ഈ ബ്രോൺസിൻ്റെ മോൾട്ടിൻ ഇത് ഒഴിച്ചിട്ട് അത് ഇങ്ങനെ പിന്നെ കൂൾ ചെയ്യാൻ വെക്കും. വൺസ് എ മെറ്റൽ കൂൾഡ് ആൻഡ് സോളിഡിഫൈഡ് ദ ക്ലേ കവർ വാസ് കെയർഫുള്ളി റിമൂവ്ഡ്. അപ്പോൾ അതിൻ്റെ മേലത്തെ ക്ലേ കവറൊക്കെ റിമൂവ് ചെയ്യും. അപ്പോൾ നോക്കുമ്പോൾ നല്ലൊരു ബ്രോൺസിൻ്റെ ഒരു ബിംബം ശില്പി കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്? ആദ്യം അവർ വാക്സിനെ കൊണ്ട് ഒരു ശില്പി ഉണ്ടാക്കും. ആ വാക്സിനെ കൊണ്ട് ആ ശില്പീനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ മേലെ കൊണ്ട് ക്ലേനെ കൊണ്ട് അവർ പൊതിയും. ക്ലേനെ കൊണ്ട് അമർത്തി പൊതിയും. എന്നിട്ട് അത് വെയിലത്ത് ഉണക്കാൻ വെക്കും. കുറെ കഴിഞ്ഞാൽ ക്ലേന് ഒരു ഓട്ടം ഉണ്ടാക്കിയിട്ട് അവർ ചൂടാക്കുമ്പോൾ ഉള്ളിലത്തെ വാക്സ് ഒക്കെ ഉരുകി പോകും. അങ്ങനെ ഉരുകി പോയി കഴിഞ്ഞാൽ അവർ ഓട്ടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ബ്രോൺസ് മെറ്റലിൻ്റെ ഈ ദ്രാവകം, ആ മോൾട്ടൻ ഇത് ഒഴിക്കും. അങ്ങനെ ഒഴിക്കും ആ ഓട്ടനുള്ളിൽ കൂടെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് അവർ സോളിഡിഫൈ ചെയ്യുന്നവരെ കാത്തുക്കും. അത് ഉറച്ചു കഴിഞ്ഞാൽ ആ ക്ലേ ഒക്കെ പൊളിച്ച് കളയും. അപ്പോൾ അവർക്ക് നല്ലൊരു ബ്രോൺസിൻ്റെ ശില്പി കിട്ടും. എന്നിട്ട് അത് കഴിഞ്ഞാൽ അവർ നല്ലോണം സ്മൂത്ത് ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്യും. അങ്ങനെയാണ് ഈ ശില്പിയൊക്കെ ഉണ്ടാക്കിയത്. അതാണ് ലോസ്റ്റ് വാക്സ് ടെക്നിക് എന്ന് പറയുന്നത്. പിന്നെ ടെമ്പിൾ അതോറിറ്റീസ് യൂസ്ഡ് ദിയർ വെൽത്ത് ടു ഫിനാൻസ് ട്രേഡ് ആൻഡ് ബാങ്കിങ്. അതേമാതിരി ഈ ടെമ്പിൾ ടൗൺസിലൊക്കെ ഈ ടെമ്പിൾസിന് ഓരോ അതോറിറ്റീസ് ഉണ്ടാവും,
ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊക്കെ. അപ്പോൾ അവർ കൂടുതൽ കിട്ടുന്ന ധനം, അതായത് പിൽഗ്രിംസ് ഡൊണേഷൻ കൊടുക്കും, കിങ്സ് ആണെങ്കിൽ കിങ്സും കൊടുക്കും. അപ്പോൾ ഈ വെൽത്തൊക്കെ എന്തിനാണ്? ടു ഫിനാൻസ് ട്രേഡ് ആൻഡ് ബാങ്കിങ്, കച്ചവടത്തിനായിട്ടൊക്കെ. ഗ്രാജുവലി എ ലാർജ് നമ്പർ ഓഫ് പ്രീസ്റ്റ്. അപ്പം അങ്ങനെ കാലക്രമേണ എല്ലാ പ്രീസ്റ്റ്, പൂജാരികൾ, വർക്കേഴ്സ്, ആർട്ടിസൻസ്, ട്രേഡേഴ്സ് അവരൊക്കെ ഈ ടെമ്പിളിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ സെറ്റിൽ ചെയ്യും. കണ്ടോ, ഓരോ ആവശ്യങ്ങൾക്കായിട്ട് സെറ്റിൽ ചെയ്യും. പിന്നെ അവരെന്തിനാണ് അവിടെ സെറ്റിൽ ചെയ്യുന്നത്? ഈ പിൽഗ്രിംസ് വരും, തീർത്ഥാടനക്കാർ വരും ദൂരത്തുനിന്ന്, അവരെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് ഇവരൊക്കെ അവിടെ സെറ്റിൽ ചെയ്യും. അങ്ങനെയാണ് ഈ ടെമ്പിൾ ടൗൺസ് ഇങ്ങനെ ഫോം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇവരൊക്കെ സെറ്റിൽ ചെയ്യുന്ന എന്തിനാണ്? നമുക്ക് പറഞ്ഞൂടെ, ഓരോ ടെമ്പിളിലൊക്കെ ഈ ആൾക്കാർ ഇങ്ങനെ പിൽഗ്രിംസ് പല ദിക്കുന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവർ ഡൊണേഷനും കൊടുക്കും. അവരെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ഈ ആർട്ടിസൻസ്, പ്രീസ്റ്റ്, വർക്കേഴ്സ്, ട്രേഡേഴ്സ് ഒക്കെ അവിടെ സെറ്റിൽ ചെയ്യുന്നത്. അങ്ങനെ സെറ്റിൽ ചെയ്ത് അത് അവിടെ ഒരു ടെമ്പിൾ ടൗൺ ആയിട്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് ടെമ്പിൾ ടൗൺ ഫോം ചെയ്യുന്നത്. അപ്പം മെയിൻ ഇമ്പോർട്ടൻറ്റ് ടെമ്പിൾ ടൗൺസ് ഏതൊക്കെയാണ്? സോംനാഥ് ഇൻ ഗുജറാത്ത്, പിന്നെ ബിൽസ അല്ലെങ്കിൽ വിദിഷ ഇൻ മധ്യപ്രദേശ്. പിന്നെ അതർ ടെമ്പിൾ ടൗൺസ് ആണ് കാഞ്ചീപുരം ആൻഡ് മധുരൈ ഇൻ തമിഴ്നാടു, പിന്നെ തിരുപ്പതി ഇൻ ആന്ധ്രാപ്രദേശ്. ഇതൊക്കെയാണ് ഫേമസ് ടെമ്പിൾ ടൗൺസ് ഇൻ ഇന്ത്യ. അപ്പോൾ അത്ര വരെ നിങ്ങൾ വായിച്ചു നോക്കുക. ദാറ്റ് മച്ച് ഫോർ ദിസ് വീഡിയോ ചിൽഡ്രൻ. ദ നെക്സ്റ്റ് ഐ വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ചിൽഡ്രൻ.